കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളിയായ അർജുന് വേണ്ടിയുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. അർജുൻ ഓടിച്ചിരുന്നത് ഇതുപോലെ 12 വീലുള്ള ഒരു വാഹനമായിരുന്നു. ആ വാഹനമാണ് മണ്ണിൻ്റെ അടിയിൽ ഉള്ളത്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൽ ഒരു അതിജീവനം സാധ്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വർഷങ്ങളായി ഈ വാഹനം ഓടിക്കുന്ന സുരേഷ്, അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ആദ്യമേ ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്? വാഹനം നല്ല വാഹനമാണ്, നല്ല പവറുള്ള വാഹനമാണ്, നല്ല സ്ട്രോങ് വാഹനമാണ്. ഒരു ഇടിഞ്ഞു വീണ് അല്ലെങ്കിൽ ഇത്ര ഭാരം ഈ വാഹനത്തിന് മുകളിലേക്കൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ ഒരു അതിജീവനം സാധ്യമാണോ? ശക്തിയായ ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ വണ്ടിയിലിരിക്കുന്ന ലോഡും അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ വണ്ടി നീങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ മറിയാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരിക്കലും വണ്ടി വന്നു ഈ വണ്ടി റണ്ണിങ്ങിൽ അങ്ങനെ മറിഞ്ഞതായിട്ടുള്ളൊരു ഇത് കാണുന്നില്ല. അതോടൊപ്പം ഇതിൻ്റെ അകത്ത് ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാലേ ഒരു അതിജീവനമൊക്കെ സാധ്യമാണോ? ഇത് ഫുള്ള് AC ക്യാബിനാണല്ലോ. ഫുള്ള് ഒരു ദിവസം നമുക്ക് AC ഉപയോഗിക്കാതെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഇരിക്കാം, ഒരു പ്രശ്നമില്ല. ഗ്ലാസ് ഫുള്ളിട്ടുകൊണ്ടിരിക്കാം, കാരണം ഇതിനകത്ത് എയർ സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഈ വാഹനത്തിൻ്റെ ഉൾവശം. ചേട്ടാ, ഇത് എത്രമാത്രം സുരക്ഷിതമാണ്? ഇതിൻ്റെ അകത്ത് അകപ്പെട്ട് പോയാലോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ക്യാബിൻ ഫുൾ തകർന്ന പറ്റൊരു സൈഡൊക്കെ പോയി കിടക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ ആക്സിഡൻറ്റിലൊക്കെ, അല്ലാതെ ഫുൾ ക്യാബിൻ തകർന്നതായിട്ട് നശിച്ച ഒരു അവസ്ഥയിൽ ഇതുവരെയും കണ്ടിട്ടില്ല. ക്യാബിൻ നല്ല സ്ട്രോങ് ക്യാബിനാണ്. ഇതിനകത്ത് വായു സഞ്ചാരം വേണമല്ലോ ഇതിൻ്റെ അകത്ത് നിൽക്കാൻ. അപ്പോൾ ഈ മണ്ണൊക്കെ വന്ന് വീഴുമ്പോൾ അതിൻ്റെ ഒരു സാധ്യതകൾ അങ്ങനെയൊക്കെയാണ്. AC ക്യാബിൻ ആയിരിക്കുമല്ലോ, അപ്പോൾ അത് ഗ്ലാസ് ഫുള്ള് ഇട്ടായിരിക്കും വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇതിന് ബേക്കിൽ എയർ സർക്കുലേഷൻ കിടക്കാനുള്ള ഹോളൊക്കെ ഉണ്ട് അതിൻ്റെ 2 സൈഡിലായിട്ട്. അഥവാ വണ്ടി ഓഫ് ആയിട്ടുണ്ടെങ്കിൽ വണ്ടി എഞ്ചിൻ ഓഫ് ആവത്തുള്ളൂ. വണ്ടിയിൽ സ്വിച്ച്, അതായത് എഞ്ചിൻ സ്വിച്ച് ഓഫ് ആവുന്നില്ല. ഓഫ് ആവാതെ വണ്ടി AC-യിലാണ് കിടക്കുന്നതെങ്കിൽ പുറത്തുനിന്നുള്ള എയർ സർക്കുലേഷനകത്ത് കയറും, ഉറപ്പായിട്ടും കയറും. അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. തടി വന്ന് വീണല്ലേ വണ്ടി കിടക്കുന്നത്, അപ്പോൾ ആ തടിയുടെ ഇടയിൽ കൂടി വായു കയറാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇതിനകത്തൂടെ കൃത്യമായി അതിനകത്തൂടെ വായു കയറിയിരിക്കും, ഉറപ്പാണ്. ഈ വാഹനത്തിന് മുകളിലേക്ക് മണ്ണ് വീണ് കഴിഞ്ഞാലും അതിജീവനം സാധ്യമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ഗ്ലാസ് പൊട്ടുകയോ മറ്റോ ചെയ്ത് മണ്ണൊക്കെ കൂടുതലായി ക്യാബിനകത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ വാഹനം ഇപ്പോൾ ഓഫായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ മണ്ണ് വീണ് കഴിഞ്ഞാലും ഈ കാണുന്ന എയർ വെൻ്റ് ഉണ്ട്, അതിലൂടെ വായു അകത്തേക്ക് കടക്കുമെങ്കിൽ ഒരാൾക്ക് സുരക്ഷിതമായി ഇതിൻ്റെ അകത്ത് നിലനിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ വാഹനം ഓടിക്കുന്നവരൊക്കെ തന്നെ പറയുന്നത്. തടി കൊണ്ടുപോയ ഒരു വാഹനമാണ്, ഇതുപോലെ തന്നെയുള്ള ഒരു ബോഡിയുള്ള വാഹനം തടിയാണ് കൊണ്ടുപോയിരുന്നത്. വായുസഞ്ചാരം ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിലാണ് അത് കിടക്കുന്നത് എങ്കിൽ ഒരു പക്ഷേ അർജുന് അതിജീവിച്ച് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഏതായാലും ഇനി പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ് അർജുൻ്റെ തിരിച്ചുവരവിനായി. ക്യാമറമാൻ നല്ലൈ മുരുകനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.